ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറിഡേ ഐം കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 43ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2024 കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച കഥ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് വിമേഷ് മണിയൂരിന്റെ ഭൂതം എന്ന കൃതിക്കാണ്. 2024 കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച കഥാ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് വിമേഷ് മണിയൂരിന്റെ ഭൂതം എന്ന കൃതിക്കാണ്. 2024 കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം നേടിയത് പൂമാല എന്ന കവിതയാണ്. പൂമാല എന്ന കവിത രചിച്ചത് പ്രേമജ ഹരീന്ദ്രനാണ്. 2024 കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം നേടിയത് പ്രേമജ ഹരീന്ദ്രനാണ്. കൃതി പൂമാല. 2024 കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച വൈജ്ഞാനിക കൃതിയായി തിരഞ്ഞെടുത്തത് പാഠം 1 ആരോഗ്യം എന്ന കൃതിയാണ്. രചിച്ചിരിക്കുന്നത് ഡോക്ടർ ബി പത്മകുമാറാണ്. 2024 കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച വൈജ്ഞാനിക കൃതിയായി തിരഞ്ഞെടുക്കപ്പെട്ട കൃതിയാണ് പാഠം 1 ആരോഗ്യം. രചിച്ചിരിക്കുന്നത് ഡോക്ടർ ബി പത്മകുമാറാണ്. 2024 കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച ശാസ്ത്രകൃതിയായി തിരഞ്ഞെടുത്തത് ശാസ്ത്ര വികൃതികൾ സുകൃതികൾ കെടുതികൾ എന്ന കൃതിയാണ്. രചന നിർവഹിച്ചത് പ്രഭാവതി മേനോനാണ്. 2024 കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച ശാസ്ത്രകൃതിയായി തിരഞ്ഞെടുത്തത് ശാസ്ത്ര വികൃതികൾ സുകൃതികൾ കെടുതികൾ എന്ന കൃതിയെയാണ്. ശാസ്ത്ര വികൃതികൾ സുകൃതികൾ കെടുതികൾ എന്ന കൃതി രചിച്ചത് പ്രഭാവതി മേനോനാണ്. 2024 കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് കുട്ടികളുടെ എഴുത്തച്ഛൻ എന്ന കൃതിയാണ്. 2024 കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ കൃതിയാണ് കുട്ടികളുടെ എഴുത്തച്ഛൻ എന്ന കൃതി. രചിച്ചിരിക്കുന്നത് നെത്തല്ലൂർ ഹരികൃഷ്ണനാണ്. കുട്ടികളുടെ എഴുത്തച്ഛൻ എന്ന കൃതിയുടെ രചയിതാവ് നെത്തല്ലൂർ ഹരികൃഷ്ണനാണ്. 2024 കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച വിവർത്തനം അല്ലെങ്കിൽ പുനരാഖ്യാന വിഭാഗത്തിലെ പുരസ്കാരം നേടിയത് വെള്ളത്തിന് നനവുണ്ടായത് എങ്ങനെ എന്ന കൃതിയാണ്. 2024 കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച വിവർത്തനം പുനരാഖ്യാനം വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് വെള്ളത്തിന് നനവുണ്ടായത് എങ്ങനെ എന്ന കൃതിയാണ്. വെള്ളത്തിന് നനവുണ്ടായത് എങ്ങനെ എന്ന കൃതി രചിച്ചത് സംഗീത ചേനമ്പള്ളിയാണ്. 2024 സാഹിത്യ പുരസ്കാരത്തിൽ മികച്ച വിവർത്തനം പുനരാഖ്യാനം വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് വെള്ളത്തിന് നനവുണ്ടായത് എങ്ങനെ എന്ന കൃതിയാണ്. വെള്ളത്തിന് നനവുണ്ടായത് എങ്ങനെ എന്ന കൃതി രചിച്ചത് സംഗീത ചേനമ്പുള്ളിയാണ്. 2024 കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുത്തത് സാക്ഷി എന്ന നാടകമാണ്. 2024 കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുത്തത് സാക്ഷി എന്ന നാടകമാണ്. സാക്ഷി എന്ന നാടകം KM ഹാജറയുടെ നാടകമാണ്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം 2024 മികച്ച കഥ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഭൂതം. രചന നിർവഹിച്ചത് വിമേഷ് മണിയൂർ. മികച്ച കവിത പൂമാല എന്ന കവിതയാണ് രചിച്ചത് പ്രേമജ ഹരീന്ദ്രൻ. 2024 കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച വൈജ്ഞാനിക കൃതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാഠം 1 ആരോഗ്യം എന്ന കൃതിയാണ്. രചന നിർവഹിച്ചത് ഡോക്ടർ ബി പത്മകുമാറാണ്.
മികച്ച ശാസ്ത്രകൃതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശാസ്ത്രവികൃതികൾ സുകൃതികൾ കെടുതികൾ എന്ന കൃതി, രചിച്ചത് പ്രഭാവതി മേനോൻ. മികച്ച ജീവചരിത്രം ആത്മകഥ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് കുട്ടികളുടെ എഴുത്തച്ഛൻ, രചന നെത്തല്ലൂർ ഹരികൃഷ്ണൻ. മികച്ച വിവർത്തനം പുനരാഖ്യാനം വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ, രചന നിർവഹിച്ചത് സംഗീത ചേനമ്പുള്ളി. മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത് KM ഹാജറയുടെ സാക്ഷി. 2025 മാർച്ചിൽ നാസ വിക്ഷേപിച്ച ബഹിരാകാശ ടെലിസ്കോപ്പാണ് സ്ഫിയർ എക്സ്. 2025 മാർച്ചിൽ നാസ വിക്ഷേപിച്ച ബഹിരാകാശ ടെലിസ്കോപ്പാണ് സ്ഫിയർ എക്സ്. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ പഠിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നാസയുടെ ദൗത്യമാണ് സ്ഫിയർ എക്സ് എന്ന് പറയുന്നത്. സ്ഫിയർ എക്സിന്റെ വിക്ഷേപണം നടന്നത് 2025 മാർച്ച് 12-നാണ്. സ്പേസ് എക്സ് ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റാണ് സ്ഫിയർ എക്സിന്റെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച വിക്ഷേപണ വാഹനം. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റാണ് സ്ഫിയർ എക്സിന്റെ വിക്ഷേപണ വാഹനമെന്ന് പറയുന്നത്. 2025 മാർച്ചിൽ നാസ വിക്ഷേപിച്ച ബഹിരാകാശ ടെലിസ്കോപ്പാണ് സ്ഫിയർ എക്സ്. സ്ഫിയർ എക്സിന്റെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച റോക്കറ്റ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റാണ്. സ്ഫിയർ എക്സിന്റെ പൂർണ്ണരൂപം ദ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഫോർ ദി ഹിസ്റ്ററി ഓഫ് ദി യൂണിവേഴ്സ്, എപ്പോക്ക് ഓഫ് റീഅണൈസേഷൻ ആൻഡ് ഐസസ് എക്സ്പ്ലോറർ എന്നതാണ്. 2025 മാർച്ചിൽ ഇന്ത്യയും മൗറീഷ്യസും തമ്മിൽ എത്ര കരാറുകളിലാണ് ഒപ്പിട്ടത്? 8 കരാറുകളിലാണ്. 2025 മാർച്ചിൽ ഇന്ത്യയും മൗറീഷ്യസും തമ്മിൽ ഒപ്പിട്ട കരാറുകളുടെ എണ്ണം 8 ആണ്. 2025 സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് വിന്റർ ഗെയിംസിന്റെ വേദി ഇറ്റലിയിലെ ട്യൂറിനാണ്. 2025 സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് വിന്റർ ഗെയിംസിന്റെ വേദി ഇറ്റലിയിലെ ട്യൂറിനാണ്. ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെ കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെ കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. പ്രകാശത്തെ സൂപ്പർ സോളിഡ് ആക്കി പരിവർത്തനം ചെയ്ത ഗവേഷണ സ്ഥാപനം ഇറ്റലിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്റ്റിക്സ് ആണ്. പ്രകാശത്തെ സൂപ്പർ സോളിഡ് അല്ലെങ്കിൽ അധികരാവസ്ഥയിലുള്ള പദാർത്ഥമായി പരിവർത്തനം ചെയ്ത ഗവേഷണ സ്ഥാപനമാണ് ഇറ്റലിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്റ്റിക്സ്. പ്രകാശത്തെ സൂപ്പർ സോളിഡ് അല്ലെങ്കിൽ അധികരാവസ്ഥയിലുള്ള പദാർത്ഥമായി പരിവർത്തനം ചെയ്ത ഗവേഷണ സ്ഥാപനം ഇറ്റലിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്റ്റിക്സ് ആണ്. ഖരരൂപത്തിലുള്ള ഒരു വസ്തുവിന്റെ സവിശേഷതകളോടൊപ്പം ദ്രാവക രൂപത്തിലുള്ള ഒരു വസ്തുവിന്റെ സവിശേഷതകളും പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് സൂപ്പർ സോളിഡ് എന്ന് പറയുന്നത്. പ്രകാശത്തെ സൂപ്പർ സോളിഡാക്കി പരിവർത്തനം ചെയ്ത ഗവേഷണ സ്ഥാപനം ഇറ്റലിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്റ്റിക്സ് ആണ്. വികസ്വര രാജ്യങ്ങളുടെ വികസനത്തിന് വേണ്ടി 2025 മാർച്ചിൽ ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ നയമാണ് മഹാസാഗർ. വികസ്വര രാജ്യങ്ങളുടെ വികസനത്തിന് വേണ്ടി 2025 മാർച്ചിൽ ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ നയം അറിയപ്പെടുന്ന പേരാണ് മഹാസാഗർ. മഹാസാഗറിന്റെ പൂർണ്ണരൂപം മ്യൂച്വൽ ആൻഡ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് അക്രോസ് റീജിയൻ എന്നതാണ്. വികസ്വര രാജ്യങ്ങളുടെ വികസനത്തിന് വേണ്ടി 2025 മാർച്ചിൽ ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ നയമാണ് മഹാസാഗർ. മഹാസാഗർ എന്നതിന്റെ പൂർണ്ണരൂപം മ്യൂച്വൽ ആൻഡ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് അക്രോസ് റീജിയൻസ് എന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗറീഷ്യസ് സന്ദർശന വേളയിലാണ് മഹാസാഗർ എന്ന ഈ ഒരു പുതിയ നയം പ്രഖ്യാപിച്ചത്. ഗോൾഡ് മെർക്കുറി ഇന്റർനാഷണൽ നൽകുന്ന 2025 ഗോൾഡ് മെർക്കുറി അവാർഡിന് അർഹനായത് ദലൈലാമയാണ്. ഗോൾഡ് മെർക്കുറി ഇന്റർനാഷണൽ നൽകുന്ന 2025 ഗോൾഡ് മെർക്കുറി അവാർഡിന് അർഹനായത് ദലൈലാമയാണ്. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളുടെ ഡോക്കിംഗ്, ഡീഡോക്കിംഗ് സാങ്കേതിക വിദ്യ
വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളുടെ ഡോക്കിംഗ്, ഡീഡോക്കിംഗ് സാങ്കേതിക വിദ്യ വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യക്ക് മുൻപ് ഈ സാങ്കേതിക വിദ്യ വിജയകരമായി പൂർത്തിയാക്കിയ മറ്റ് 3 രാജ്യങ്ങൾ അമേരിക്കയും റഷ്യയും ചൈനയുമാണ്. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളുടെ ഡോക്കിംഗ്, ഡീഡോക്കിംഗ് സാങ്കേതിക വിദ്യ വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. മറ്റു 3 രാജ്യങ്ങൾ അമേരിക്കയും റഷ്യയും ചൈനയുമാണ്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുകയും വേർപെടുത്തുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഡോക്കിംഗ്, ഡീഡോക്കിംഗ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സ്പെഡെക്സ് ദൗത്യത്തിലാണ് ഡോക്കിംഗ്, ഡീഡോക്കിംഗ് സാങ്കേതിക വിദ്യ പരീക്ഷിച്ചത്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുകയും വേർപെടുത്തുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഡോക്കിംഗ്, ഡീഡോക്കിംഗ് സാങ്കേതിക വിദ്യ. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം ഈ സാങ്കേതിക വിദ്യ വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 15 ആണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 15 ആണ്. 2025 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നതാണ്. 2025 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നതാണ്. മാർച്ച് 15 ആണ് ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത്. 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം നേടിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം നേടിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ലണ്ടനിലെ കേന്ദ്ര ബാങ്കാണ് പുരസ്കാരം നൽകുന്നത്. 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരത്തിന് അർഹമായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കവി വള്ളത്തോളിന്റെ ജീവിതവും ദർശനവും പ്രമേയമാകുന്ന നോവലാണ് നിർനിമേഷമായി നിൽക്കാം. കവി വള്ളത്തോളിന്റെ ജീവിതവും ദർശനവും പ്രമേയമാകുന്ന നോവലാണ് നിർനിമേഷമായി നിൽക്കാം. വള്ളത്തോളിന്റെ കുടുംബാംഗവും മലയാള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ അനിൽ വള്ളത്തോളാണ് നിർനിമേഷമായി നിൽക്ക എന്ന നോവലിന്റെ രചയിതാവ്. കവി വള്ളത്തോളിന്റെ ജീവിതവും ദർശനവും പ്രമേയമാകുന്ന നോവലാണ് നിർനിമേഷമായി നിൽക്ക. നിർനിമേഷമായി നിൽക്ക എന്ന നോവലിന്റെ രചയിതാവ് ഡോക്ടർ അനിൽ വള്ളത്തോളാണ്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആരംഭിച്ച കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്കിന്റെ പേരാണ് സ്നേഹിത. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആരംഭിച്ച കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. 2025 വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ് ആണ്. 2025 വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ് ആണ്. റണ്ണറപ്പ് ഡൽഹി ക്യാപിറ്റൽസുമാണ്. 2025 വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ്, റണ്ണറപ്പ് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. 2025 മാർച്ചിൽ അന്തരിച്ച ഒഡിയ കവിയാണ് രാമകാന്ത രഥ്. 2025 മാർച്ചിൽ അന്തരിച്ച ഒഡിയ കവിയാണ് രാമകാന്ത രഥ്. ഡിജി യാത്രാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ 2ാമത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഡിജി യാത്രാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ 2ാമത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞ് പേപ്പർ രേഖകൾ ഒഴിവാക്കി വിമാനയാത്ര സാധ്യമാക്കുന്ന പദ്ധതിയാണ് ഡിജി യാത്രാ പദ്ധതി. ഈ ഡിജി യാത്രാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി വിമാനത്താവളമായിരുന്നു. 2ാമത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 2025 കൊല്ലം ജില്ലയിലെ റോസ് മലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പായൽ സസ്യമാണ് ഷിത്തിയ റോസ് മലയൻസിസ്. 2025 കൊല്ലം ജില്ലയിലെ റോസ് മലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പായൽ സസ്യമാണ് ഷിത്തിയ റോസ് മലയൻസിസ്.
ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്കായി നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ലോക സന്തോഷ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 20 ലോക സന്തോഷ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 20 2025 ലോക സന്തോഷ ദിനത്തിന്റെ പ്രമേയമായിരുന്നത് പങ്കിടൽ കരുതൽ എന്നതാണ്. 2025 ലോക സന്തോഷ ദിനത്തിന്റെ പ്രമേയം പങ്കിടൽ കരുതൽ എന്നതാണ്. മാർച്ച് 20 ലോക സന്തോഷ ദിനമായി ആചരിക്കുന്നത്.